ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ സുചിത്രടുത്ത് മഹേഷ് ചോദിക്കേണ്ട നീ ഇതുവരെ പോയില്ലേ എന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് തന്നെ സുചിത്ര എടുത്ത് വായിക്ക് പറയണ്ടേ അല്ല അനിയനെ കെട്ടണ്ടേ എന്ന് പറയുമ്പോഴേക്കും സ്വപ്നൂരി ചോദിക്കുന്നുണ്ട് അനിയനോ ഏതനിയൻ അല്ല മഹേഷിനെ പറഞ്ഞേ അനിയത്തെ ആവണമെങ്കിലേ ഏത് വകയിലാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു മഹേഷിൻ്റെ അനിയനെ കല്യാണം കഴിക്കാമെന്ന്. അങ്ങനെയാണ് പറഞ്ഞതെന്ന് പറയാണ്. മഹേഷിന് അനിയനോ എന്ന് പറയുമ്പോഴേക്കും അല്ല മഹേഷിന് ഇപ്പം മഹേഷേട്ടന് ഇപ്പം അനിയനൊന്നും ഇല്ലല്ലോ എന്ന് സുചിത്ര പറയാണ്. ഇനി അഥവാ മഹേഷേട്ടാ അനിയനുണ്ടോ, എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ മഹേഷിൻ്റെ സ്വപ്നയുടെ മുഖമൊക്കെ ആകെ മാറുക കേട്ടോ. ആ സമയത്ത് ഇഷിത പറയുന്നുണ്ട് ഇവളൊരു തമാശ പറഞ്ഞതല്ലേ, വാ എന്നാൽ പോവാം എന്ന് പറഞ്ഞിട്ട് ചിപ്പിനെ കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകുക കേട്ടോ. അവർ പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ സ്വപ്നവല്ലീനെ മഹേഷ് ജസ്റ്റ് ഇങ്ങനെ നോക്കുന്നുണ്ട് ദേഷ്യത്തോടു കൂടി തന്നെ. എന്നിട്ട് അവർ വണ്ടിയിൽ കയറി പോകുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്ന ചിപ്പിയുടെ സ്കൂളിലേക്ക് എത്തുന്നതാണ് കേട്ടോ. ചിപ്പിയുടെ സ്കൂളിലേക്ക് എത്തുമ്പോഴേക്കും ചിപ്പി വേഗം ഓടി ഇറങ്ങുവാണ്. അവിടെ ചക്കിയും ഫ്രണ്ട്സും എല്ലാവരും ഉണ്ട്. അങ്ങനെ ചക്കി ഹായ് ചക്കി നേരത്തെ എത്തിയോ എന്ന് ചിപ്പി ചോദിക്കുമ്പോൾ ആ എത്തി എന്നിങ്ങനെ പറയാണ്. ആ സമയത്ത് നമ്മുടെ ഹസീൻ അവിടെ വരുന്നുണ്ട് കേട്ടോ. ഹസീൻ ഇന്ന് രണ്ടുപേരും ഉണ്ടല്ലോ എന്ന് പറയാം. രണ്ടുപേരും ഇന്നിപ്പോൾ ജോലിക്ക് പോയില്ലേ? ഇല്ല, ഇന്നത്തെ ദിവസം ചിപ്പിക്ക് വേണ്ടി മാറ്റിവെക്കാമെന്ന് വിചാരിച്ചു എന്ന് ഇഷിത പറയാണ്. അതിനുശേഷം ഇഷിത പറയുന്നുണ്ട് ദേ ഇതാണ് കേട്ടോ ഹസീന, ഞാൻ പറഞ്ഞിരുന്നില്ലേ അത് എന്ന് പറയുമ്പോഴേക്കും ശോഭയുടെ വൈഫ് മനസ്സിലായി അത് പറയാണ്. അപ്പോഴേക്കും പെട്ടെന്നൊരു കുട്ടി പറയുന്നുണ്ട് ചിപ്പിയുടെ അടുത്ത് അതെ ഇന്നത്തെ ബെസ്റ്റ് സ്റ്റുഡൻറ്റ് ഞാനായിരിക്കും എന്ന് പറയുമ്പോൾ ചിപ്പി പറയുന്നുണ്ട് അതെ ആയിക്കോ, ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ അല്ലേ ചക്കി. ഇന്ന് ചിപ്പിയുടെ അച്ഛനും അമ്മയൊക്കെ വന്നോ എന്ന് ആ കുട്ടി ചോദിക്കുമ്പോൾ വന്നു. ചക്കിയുടെ അച്ഛൻ മാത്രം വന്നില്ല, ചക്കിയുടെ അച്ഛൻ എവിടെയാണെന്ന് ചോദിക്കുമ്പോഴേക്കും ചക്കിയുടെ അച്ഛൻ എവിടെയാണെന്ന് നിനക്കറിയില്ലേ, നീ വെറുതെ നിന്റെ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചിപ്പി ചോദിക്കണം. നീ ബാഡ് ഗേളാണ് എന്ന് ആ കുട്ടിയോടുത്ത് ചിപ്പി പറയുന്നുണ്ട് കേട്ടോ. അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവരും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇഷിത വന്നിട്ട് നമ്മുടെ പിള്ളേർക്ക് ചോദിക്കാണ്ട് ഇതെല്ലാം ചിപ്പിയുടെ ക്ലാസ്മേറ്റ്സ് ആണോ, എന്താ മക്കളുടെ പേര് എന്ന് പറയുമ്പോഴേക്കും അവിടുത്തെ ഓരോ പിള്ളേർ ഓരോ പേര് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം സമയത്ത് ചിപ്പി പറയുന്നുണ്ട് ഇതാണ് എൻ്റെ അച്ഛൻ മഹേഷ് ചന്ദ്രൻ, ഇതെൻ്റെ അമ്മ ഇഷിത അയ്യർ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനും അമ്മേനെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പം മിസ്സ് വരുന്നുണ്ട്. ഇത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പിള്ളേരല്ലേ, വാ അകത്തേക്ക് ഇരിക്കാം കേട്ടോ, ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ അവരുടെ ക്ലാസ് റൂമിൽ തന്നെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും വിളിച്ചുകൊണ്ട് ക്ലാസ് റൂമിലേക്ക് പോകുക കേട്ടോ. മഹേഷിനാണെങ്കിൽ ഇരുന്നിരുന്ന് മതിയായി കേട്ടോ. ഇഷിതടുത്ത് പറയണ്ട് എന്തൊരു ടൈം വേസ്റ്റ് ആയത് എന്ന് പറയുമ്പോഴേക്കും ഇഷിതത് പറയുന്നുണ്ട് അതെ സിഇഒയുടെ സമയം വേസ്റ്റിൻ്റെ കാര്യം ഇവർക്ക് അറിയില്ലല്ലോ എന്ന് പറയുകയാണ്. എന്നാലും എത്ര നേരമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും മിസ്സ് വന്നിട്ട് അവിടെ മൈക്കിൽ കൂടി പറയുന്നുണ്ട് പ്രിൻസിപ്പൾ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ മീറ്റിംഗ് ആരംഭിക്കാം കേട്ടോ എന്ന് പറയുമ്പോഴേക്കും മഹേഷ് പറഞ്ഞു നോൺസെൻസ്, സമയത്തിൻ്റെ വില ആർക്കും തന്നെ അറിയില്ല എന്ന് പറയാണ്. അതെ സിഇഒയുടെ വില ആർക്കും അറിയില്ല എന്നിങ്ങനെ ഇഷിത ഇടയ്ക്ക് കുത്തി പറയാനിട്ട്. അപ്പം മഹേഷ് ചോദിക്കണ്ട എന്താ താൻ ഊതുവാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് ഇഷിത പറയാണ്. അപ്പോഴാണ് അവിടേക്ക് ഒരു കാറ് വരുന്നത്. നമ്മുടെ ആകാശിൻ്റെയും രചനയുടെ വണ്ടി അങ്ങോട്ടേക്ക് വരുവാട്ടോ. അതിൽ നിന്ന് അങ്ങനെ നമ്മുടെ ആകാശും അതുപോലെ തന്നെ രചനയും കൂടി ചാടിക്കേറി ഇറങ്ങുവാണ്. അവരിങ്ങനെ നടക്കുമ്പോഴേക്കും അവിടെ ഒരു ബോർഡ് വെച്ചേക്കണം കാണുന്നുണ്ട്. ആകാശത്ത് വായിച്ചു നോക്കുമ്പോഴേക്കും രചന പറയുന്നുണ്ട് ഇന്ന് പാരൻസ് മീറ്റിംഗ് ആണ്, അതിൻ്റെ ബോർഡാണ്, ചിപ്പിയുടെ ക്ലാസ്സിലെ ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻറ്റുള്ള അവാർഡും കൊടുക്കും എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെയാണോ, എനിക്ക് പാരൻസ് മീറ്റിംഗ് കാണണമെന്നുണ്ട് എന്ന് പറഞ്ഞ് രചന പറയുമ്പോൾ അതിന് കോടതി അനുവദിച്ചിട്ടില്ലല്ലോ എന്നിങ്ങനെ പറയാണ്. അപ്പോഴേക്കും അവിടേക്ക് പ്രിൻസിപ്പൾ സ്പീഡിൽ വരുന്നുണ്ട്. പ്രിൻസിപ്പളെ കാണുമ്പോഴേക്കും ആകാശ് പറയുന്നുണ്ട് ഹലോ സർ, എൻ്റെ പേര് ആകാശ് മേനു, ഞാൻ ഇന്ന് അപ്പോയിൻമെൻറ്റ് എടുത്തിരുന്നു. മനസ്സിലായി, ശരി, എനിക്കിന്നേ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ചെറിയൊരു മീറ്റിംഗ് ഉണ്ട്, പെട്ടെന്ന് തന്നെ കഴിയും, അതിനുശേഷം നമുക്ക് ഓഫീസ് റൂമിൽ വെച്ച് കാണാം എന്ന് പറയണം. താങ്ക് യു സർ എന്ന് ആകാശ് പറയുമ്പോൾ രചന പറയുന്നുണ്ട് സർ എക്സ്ക്യൂസ് മീ, എൻ്റെ പേര് രചന, ചിപ്പിയുടെ അമ്മയാണ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ, എനിക്ക് ആ പാരൻസ് മീറ്റിംഗ് ഒന്ന് കാണാവോ? വൈ നോട്ട്, വന്നോളൂ കണ്ടോളൂ എന്നൊക്കെ പ്രിൻസിപ്പൽ പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞിട്ട് രചനയും പറയാണ്. അങ്ങനെ ആകാശിനെയും കൂട്ടിക്കൊണ്ട് രചന പാരൻസ് മീറ്റിംഗ് നടക്കണം അങ്ങോട്ടേക്ക് പോകുക കേട്ടോ. മഹേഷ് ആണെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇഷിതടുത്ത് എന്തൊരു സമയം വേസ്റ്റ് ആയത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ അവിടേക്ക് നമ്മുടെ ആകാശും രചനയും കൂടി വരുവാണ്. അവർ മഹേഷിനും ഇഷിതനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. ശേഷം തൊട്ടപ്പുറത്തെ സീറ്റിൽ തന്നെ ഓപ്പോസിറ്റ് സീറ്റിൽ തന്നെ അവരും വന്നിരിക്കുക കേട്ടോ. അപ്പോഴേക്കും മഹേഷ് പറയുന്നുണ്ട് പൊന്നുരുക്കുന്നതിനടുത്ത് പൂച്ചയ്ക്ക് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോഴേക്കും ഇഷിത പറയുന്നുണ്ട് അതെ ചിലപ്പോൾ മാന്താനായിരിക്കും, സൂക്ഷിക്കണം, മാന്തി കഴിഞ്ഞാലേ വിഷമാണ് എന്നിങ്ങനെ പറയാണ്. അതിനുശേഷം രചന നമ്മുടെ ചിപ്പിനെ നോക്കി ചിരിക്കുമ്പോൾ ചിപ്പി മൈൻഡ് ചെയ്യാത്ത പോലെ ഇരിക്കുക കേട്ടോ. രചന പറയുന്നുണ്ട് ആകാശിനടുത്ത്
ആകാശ് മോൾ എന്നെ നോക്കി ചിരിക്കുന്നേ ഇല്ല എന്ന് പറയാണ്. നമുക്ക് നോക്കാടോ, നമ്മുടെ സെക്കൻഡ് ഗെയിം ഇന്ന് സ്റ്റാർട്ട് ചെയ്യല്ലേ, താൻ വിഷമിക്കുന്നുണ്ട്, ടെൻഷനൊന്നും ആവണ്ട എന്നിങ്ങനെ പറയാണ്. ശേഷം പ്രിൻസിപ്പൾ സ്റ്റേജിലേക്ക് കയറുവാണ്. ഡിയർ പാരൻസ്, ഇന്നിവിടെ 2 കാര്യങ്ങളാണ് നടക്കുന്നത്. ബെസ്റ്റ് സ്റ്റുഡൻറ്റ് അവാർഡും പിന്നെ പാരൻസിൻ്റെ ഒരു കോൺടെസ്റ്റ് നടക്കുന്നുണ്ട് എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ബെസ്റ്റ് സ്റ്റുഡൻറ്റ് അവാർഡിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ ബെസ്റ്റ് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് ഇതുമായിട്ട് പേര് വായിക്കാൻ വേണ്ടി പോവാണ്. എല്ലാ പിള്ളേരും ആകാംക്ഷയോട് കൂടി തന്നെ നിൽക്കുക കേട്ടോ. അങ്ങനെ പ്രിൻസിപ്പൾ പേര് വായിക്കുന്നുണ്ട്. ഫസ്റ്റ് ബെസ്റ്റ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞത് ഋതു മഹേഷ് ചന്ദ്രൻ എന്നിങ്ങനെ പറയാണ്. എല്ലാവരും കൈയടിച്ച് പാസ്സാക്കാണ്. രചനക്കൊക്കെ ഭയങ്കര സന്തോഷമാവട്ടെ, ഹൈ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ചിപ്പിനെ വിളിക്കുമ്പോൾ ചിപ്പി എന്ന് പറഞ്ഞ് മൈൻഡ് ചെയ്യാണ്ട് സ്റ്റേജിലേക്ക് പോകുകയാണ്. സ്റ്റേജിലേക്ക് പോയതിന് ശേഷം നമ്മുടെ പ്രിൻസിപ്പൾ ആ ഒരു അവാർഡ് നമ്മുടെ ചിപ്പിക്ക് കൈമാറുക കേട്ടോ. ചിപ്പി ഭയങ്കര സന്തോഷത്തിലാണ്. ശേഷം മൈക്ക് എടുത്ത് ചിപ്പിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. ചിപ്പി അപ്പോൾ തന്നെ മൈക്ക് പിടിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. ഡിയർ പാരൻസ്, എല്ലാ ടീച്ചേഴ്സിനും എൻ്റെ നമസ്കാരം എന്നൊക്കെ പറയാണ്. എനിക്കിന്ന് ബെസ്റ്റ് സ്റ്റുഡൻറ്റ് അവാർഡ് കിട്ടി. എൻ്റെ ക്ലാസ്സിലെ എല്ലാ പിള്ളേരും നന്നായിട്ട് പഠിക്കും. ഞങ്ങൾ ഒരുമിച്ചാണ് ഇത് പഠിക്കുന്നത്. പക്ഷേ ബെസ്റ്റ് സ്റ്റുഡൻറ്റ് അവാർഡ് എനിക്കാണ് കിട്ടിയത്. അതിന് എനിക്ക് നന്ദി പറയേണ്ടത് എൻ്റെ ഫ്രണ്ട്സിനോടാണ്. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തതിന്. പിന്നെ എന്നെ നന്നായിട്ട് പഠിപ്പിക്കുന്ന എൻ്റെ അമ്മ, എൻ്റെ ഡിയർ അമ്മ ഡോക്ടർ ഇഷിത അയ്യർ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇന്ന് ചൂണ്ടിക്കാണിക്കുക കേട്ടോ. അതിനുശേഷം അപ്പോഴേക്കും നമ്മുടെ മഹേഷ് ചോദിക്കേണ്ടത്, ഓ ഇതൊക്കെ വലിയ ആൾക്കാരെ പോലെയാണ് പറയണത് എന്ന് ചോദിക്കുമ്പോഴേക്കും ഇഷിത പറയേണ്ടത്, ഇതൊക്കെ ഞാൻ എഴുതി കൊടുത്തതാ. ഓ തന്നെ പുകഴ്ത്തുന്ന കാര്യം എഴുതി കൊടുത്തതായിരിക്കുമല്ലേ? അല്ല, അതെൻ്റെ മോളെ തന്നെ പറഞ്ഞതാ എന്നിങ്ങനെ പറയാണ്. ശേഷം ചിപ്പി പറയുന്നുണ്ട്, പിന്നെ എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന എൻ്റെ അച്ഛൻ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ലോകത്ത് എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ അച്ഛനാണ് എന്ന് പറഞ്ഞിട്ട് മഹേഷ് ചന്ദ്രൻ എന്നിങ്ങനെ പറയാണ്. മഹേഷിന് ഭയങ്കര സന്തോഷം തോന്നും കേട്ടോ. ഇഷിത ചോദിക്കുന്നുണ്ട്, അതെ ഇത് മോൾക്ക് എഴുതി കൊടുത്തതെന്ന് പറയോ? ഇല്ല, ഇതെൻ്റെ മോൾ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണ് എന്ന് പറയാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും രചനക്കും ആകാശനും ദേഷ്യം വരട്ടെ. രചനയാണെങ്കിൽ ദേഷ്യത്തോട് കൂടി തന്നെ നിൽക്കുമ്പോൾ മഹേഷ് രചനയും ആകാശനെയും ഒന്ന് നോക്കുന്നുണ്ട്. അതിനുശേഷം ചിപ്പി പറയണ്ടേ, എൻ്റെ എല്ലാ അവാർഡും എൻ്റെ അച്ഛനും അമ്മക്കും അവകാശപ്പെട്ടതാണ് എന്ന് പറയട്ടെ. പിന്നെ എൻ്റെ ഫ്രണ്ട്സിനും എൻ്റെ ടീച്ചേഴ്സിനും അവകാശപ്പെട്ടാണ്. എല്ലാവർക്കും ഞാൻ ഈ അവാർഡ് ഡെഡിക്കേറ്റ് ചെയ്യുന്നു, താങ്ക് യു എന്ന് പറയട്ടെ. മൈക്ക് പ്രിൻസിപ്പളിൻ്റെ കയ്യിലേക്ക് തന്നെ കൊടുക്കുക കേട്ടോ. ആ സ്പീച്ചൊക്കെ കേട്ട് ദേഷ്യം വന്നിട്ട് രചനയും ആകാശം കൂടി അവിടെ നിന്ന് ഇങ്ങനെ എഴുന്നേറ്റ് പോകട്ടെ. അത് കാണുമ്പോൾ മഹേഷിന് ചിരി വരുന്നുണ്ട്, ഇഷിതയ്ക്കും ചിരി വരുന്നുണ്ട്. അങ്ങനെ ആ ഫസ്റ്റ് സ്റ്റാൻഡിലെ പിള്ളേരെല്ലാവരും കൂടി എഴുന്നേറ്റ് സ്റ്റേജിലേക്ക് കയറുവാണ്. ശേഷം ചിപ്പിയുടെ കൂടെ നിന്നിട്ട് ആ അവാർഡും പിടിച്ചിട്ട് എല്ലാവരും കൂടി തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുകയായിട്ട് എല്ലാവരും കൈയടിച്ച് പാസ്സാക്കുന്നുണ്ട്. അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രചന ദേഷ്യത്തോട് കൂടി തന്നെ പുറത്ത് പോയി നിൽക്കുമ്പോഴേക്കും ആകാശ് വരുന്നുണ്ട്. രചന, എനിക്ക് മനസ്സിലായി തൻ്റെ വിഷമം. അവൾ നോക്കി പോലും ഇല്ല. ആകാശ് കണ്ടില്ലേ, ചിപ്പി എന്നിൽ നിന്ന് അകന്നു കഴിഞ്ഞു, ഇനി ഒരിക്കലും ചിപ്പി എൻ്റെ അടുത്ത് വരില്ല എന്ന് പറയുമ്പോഴേക്കും ഇതിനൊക്കെ കാരണം ആരാ? ഇഷിത, മഹേഷ് എഴുതി കൊടുത്തതായിരിക്കും അവളാ പറഞ്ഞത്. കാരണം അതൊന്നും കാര്യമാക്കണ്ട, നമ്മൾ തിരിച്ചു പിടിക്കും. നമ്മുടെ സെക്കൻഡ് ഗെയിം ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. എനിക്ക് മനസ്സിലായി തൻ്റെ വിഷമം. സാരമില്ല, നമുക്കെല്ലാം തിരിച്ചു പിടിക്കാടോ. തനിക്കെന്താ എന്നെ വിശ്വാസമില്ലേ? ഞാനല്ലേ പറയണത്, എന്നെ വിശ്വസിക്ക്, ഞാൻ എല്ലാം തനിക്ക് തിരിച്ചു മേടിച്ചു തരും. അതോ തനിക്ക് എന്നെ വിശ്വാസമില്ലാതായോ എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് ഈ ലോകത്ത് ആരെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ അത് ആകാശിനെയാണ്. ആകാശിൻ്റെ തണലിലല്ലേ ഞാൻ ജീവിക്കണത്. ശരി, എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഇന്ന് സെക്കൻഡ് ഗെയിം സ്റ്റാർട്ട് ചെയ്യല്ലേ. മാത്രമല്ല നമ്മളിവിടെ വന്നത് പാരൻസ് മീറ്റിംഗ് കൂടാൻ വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ, ആദ്യത്തിൻ്റെ അഡ്മിഷന് വേണ്ടിയിട്ടല്ലേ. നമുക്ക് ആ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. ശരി ആകാശ് എന്ന് രചന പറയുവാണ്. പെട്ടെന്ന് തന്നെ ആകാശ് ആദിത്യനെക്കുറിച്ച് ആലോചിക്കുക കേട്ടോ. ആദിത്യൻ്റെ ആ ഒരു ഫേസും ഓടി വരുന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട്. ശേഷം രചനടുത്ത് പറയുന്നുണ്ട്, ആദിത്യൻ അവനാണ് നിനക്കിനി തുറുപ്പ് ചേട്ട്, അവൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും, അവന് മുന്നിൽ നിർത്തി നമ്മൾ ചിപ്പിനെ തിരിച്ചു വാങ്ങിക്കും എന്ന് പറയാണ്. അതിനുശേഷമാണെങ്കിൽ പിന്നെ പാരൻസ് മീറ്റിംഗ് തന്നെയാണ് കാണിക്കുന്നത്. ക്ലാസ് ടീച്ചർ പറയുന്നുണ്ട്, അപ്പോൾ ബെസ്റ്റ് സ്റ്റുഡൻറ്റ് അവാർഡൊക്കെ കൊടുത്തുകഴിഞ്ഞു, ഇനി അടുത്തത് പാരൻസിൻ്റെ ഒരു ചെറിയൊരു ഗെയിമാണ്. തുടങ്ങി, ഞാൻ പോകുന്നു എന്ന് മഹേഷ് പറയുമ്പോൾ, ഇരിക്കും നമുക്ക് നോക്കാമെന്ന് എന്ന് പറയുമ്പോൾ ടീച്ചർ പറയുന്നുണ്ട്, പാരൻസ് തമ്മിൽ ആദ്യമായിട്ട് കണ്ടുമുട്ടിയത് എപ്പോഴാണ്, അവരുടെ നല്ല നിമിഷങ്ങൾ, അവരുടെ ജീവിതം എങ്ങനെയാണ് തുടങ്ങിയത്, അതിനെക്കുറിച്ചുള്ളൊരു സംഭാഷണമാണ്. അപ്പോൾ ആദ്യം ഞാൻ മഹേഷ് ചന്ദ്രനെ വിളിക്കുന്നു. ഞാനൊന്നും പോയില്ല എന്ന് പറഞ്ഞാൽ മഹേഷ് അവിടെ ഇരിക്കുകയാണ്. പോകുന്നേ, ഞാൻ പോയിട്ട് എന്ത് പറയാനാ? അതെ, നമ്മൾ തമ്മിലുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറ, വെറുതെ നുണ തട്ടിവിട്ടാലും മതി, എനിക്കൊന്നും വയ്യ, പോവും മനുഷ്യ എന്ന് പറയുമ്പോഴേക്കും ഞാൻ പോവില്ല എന്ന് പറഞ്ഞ് മഹേഷ് അവിടെ തന്നെ ഇരിക്കുകയാണ്. ഇഷിത എഴുന്നേൽക്കുന്നുണ്ട്. മാഡം ഞാൻ പറഞ്ഞാൽ മതിയോ ഈ കാര്യങ്ങളൊക്കെ പറയാൻ? മഹേഷിൻ്റെ ചമ്മലോ? ഓഫ് കോഴ്സ് വരൂ, ഇഷിത പറഞ്ഞാലും മതി എന്ന് പറയാണ്. അങ്ങനെ ഇഷിത സ്റ്റേജിലേക്ക് കയറുന്നുണ്ട്. ഡിയർ പാരൻസ്, ഡിയർ ടീച്ചേഴ്സ്, ഹെഡ് മിസ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുകയാണ്. ഞാനും മഹേഷ് ചന്ദ്രനും ആദ്യമായിട്ട് കണ്ടുമുട്ടിയത് ഫ്ലാറ്റിൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ്, ഒരു പത്രം എടുക്കാൻ പോയപ്പോഴേക്കും എന്ന് പറയാണ്. അങ്ങനെ മഹേഷ് അതിനെക്കുറിച്ച് ആലോചിക്കുകയായിട്ട് പിന്നെ ഇഷിത തട്ടിവിടുന്നതൊക്കെ പച്ച നുണയാണ് കേട്ടോ. അങ്ങനെ ഇഷിത പറയുന്നുണ്ട്, ഞാൻ ആദ്യമായിട്ട് മഹേഷിനെ
കണ്ടപ്പോഴേക്കും ഒരു സുന്ദരൻ, ഒരു സുമുഖൻ, ആര് കണ്ടാലും ക്രഷ് അടിച്ചു പോകുന്നൊരു മുഖം, പുഞ്ചിരി, പാൽ പുഞ്ചിരി എന്നൊക്കെ പറയാണ്. എനിക്ക് അദ്ദേഹത്തോട് ഒരു ക്രഷ് തോന്നി. അന്ന് മുതൽ ഞാൻ അദ്ദേഹത്തിന് നമ്പർ കണ്ടുപിടിച്ചിട്ട് മെസ്സേജ് അയക്കില്ല, പക്ഷെ ഒരു റിപ്ലൈ പോലും തരില്ല. അങ്ങനെ ഒരു വാലൻറ്റൈൻസ് ഡേക്ക് എനിക്കൊരു റിപ്ലൈ വന്നു, ഒരു സ്ഥലത്തേക്ക് വരാമോന്ന്. ഞാൻ പോയപ്പോൾ അവിടെ ഒരു സ്ഥലമായിരുന്നു നിറച്ച് ഹൃദയങ്ങളുടെ അതായത് ലവിൻ്റെ സിമ്പിളുള്ള അവിടെ നല്ല മതിലിൽ വരച്ച് വെച്ചിരിക്കുന്ന ഒരു സ്ഥലം. ആ സ്ഥലത്തിട്ട് റോസാപ്പ് തന്ന് എന്നെ പ്രൊപ്പോസ് ചെയ്തു. പിന്നെ നമ്മുടെ വിവാഹം കഴിഞ്ഞ് ഇതുവരെ ഞാനും മഹേഷും ഇതുവരെ പിണങ്ങിയിട്ട് പോലുമില്ല, വഴക്കുണ്ടാക്കിയിട്ടേ ഇല്ല. ഞങ്ങൾ രണ്ടുപേരുടെ സംസാരവും ആശയമൊക്കെ ഒന്ന് തന്നെയായിരുന്നു എന്ന് പറയുമ്പോൾ ചിപ്പിക്കൊക്കെ ചിരി വരാട്ടോ. മഹേഷ് ഇങ്ങനെ നുണക്കഥ തുടങ്ങി എന്നിങ്ങനെ പറയാണ്. ഇത്രയൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നമസ്കാരം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇഷിത അവിടെ നിന്ന് ഇറങ്ങുവാട്ടോ. ഇഷിത അങ്ങനെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി മഹേഷിൻ്റെ അടുത്ത് വീണ്ടും വന്നിരിക്കട്ടെ. മഹേഷ് പറഞ്ഞു, എന്നാ പൊക്കി മുകളിലേക്ക് കയറ്റി ഇരുത്തിയിടുന്നേ. അതെ, ഭൂമി ജീവിക്കാനേ വലിയ കാര്യമൊന്നുമില്ല, നിങ്ങളെ പൊക്കി ചൊവ്വയിലെത്തിക്കും, അവിടെ അങ്ങനെ പോയി ജീവിച്ചോ എന്നിങ്ങനെ പറഞ്ഞ് ചിരിക്കുക കേട്ടോ. അതിനുശേഷം നമ്മുടെ ടീച്ചർ പറയുന്നുണ്ട്, അപ്പോൾ ഋതുയുടെ അച്ഛൻ്റെ അമ്മയുടെ ഫസ്റ്റ് കണ്ടുമുട്ടലും പ്രണയ കഥയൊക്കെ നിങ്ങൾ കേട്ടല്ലോ. ഇനി അടുത്ത കുട്ടി ചക്കിയുടെ അമ്മ ഹസീന എന്ന് പറയാണ്. അപ്പോഴേക്കും ഹസീന അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്, എല്ലാവരും കൈയടിച്ച് പാസ്സാക്കാണ്. ഹസീന പോയിട്ട് പറയാണ്, ഇന്നെൻ്റെ ഭർത്താവ് വന്നിട്ടില്ല എന്നിങ്ങനെ പറയുമ്പോഴേക്കും എടുത്ത് വായിക്കും ഒരു കുട്ടിയുടെ അമ്മ ദൂരത്ത് നിന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, എന്താ പരോള് കിട്ടിയില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഹസീന പറയുന്നുണ്ട്, അത് പരോള് കിട്ടിയില്ല എന്ന് പറയാണ്. ഞാനും ശോഭയും ആദ്യമായിട്ട് കണ്ടുമുട്ടിയത് ശോഭയുടെ രചനകളിൽ കൂടിയായിരുന്നു ഞാൻ ശോഭനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. പിന്നെ ഞങ്ങളുടെ ചിന്തകൾ ഒന്നായിരുന്നു, സംസാരം ഒന്നായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ പാരൻ്റ് ഉണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഇടയിലുള്ളൊരു കുട്ടിയുടെ അമ്മ, ആ കുട്ടിയുടെ അമ്മ വീണ്ടും എഴുന്നേക്കുവാണ്. അതെ രണ്ടുപേരുടെ ചിന്ത ഒന്നായിരുന്നു, അശ്വതി ശർമ്മേനെ എങ്ങനെ കൊല്ലാന്നുള്ള ചിന്ത. രണ്ടുപേരുടെ ഗൂഢാലോചന നടത്തിയിട്ടാണ് കൊന്നെന്ന് തോന്നുന്നു. ശോഭ മാത്രം ജയിലിലായി. ഇതേ നോക്ക് പ്രിൻസിപ്പൽ, നോക്ക് മിസ്സുമാരെ, ഇങ്ങനത്തെ ഒരു കൊലയാളിയുടെ ഭാര്യനെയൊക്കെ ഇവിടെ വിളിച്ച് സംസാരിക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ആ പാരൻറ്റ് പറയുമ്പോഴേക്കും ഇഷിതക്കും മഹേഷിനും അത് കേട്ട് ദേഷ്യം വരും കേട്ടോ. ഇഷിത പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ചാടി എഴുന്നേക്കുവാണ്. ആ ഒരു ഭാഗത്തോട് കൂടിയിട്ടോ എപ്പിസോഡ് തീരുന്നത്. നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്ന മഹേഷ് ഇങ്ങനെ ഇറങ്ങുമ്പോഴേക്കും ആകാശ് പറയുന്നുണ്ട്, അതെ നാളെ ആദിത്യം വരും നിൻ്റെ മകൻ എന്ന് പറയുമ്പോഴേക്കും മഹേഷിനാണെങ്കിൽ ഞെട്ടിപ്പോകുക കേട്ടോ. പിന്നെ നമ്മുടെ രാമനാഥൻ പറയുന്നുണ്ട് സ്വപ്നയുടെ അടുത്ത്, മിക്കവാറും അവൻ ആദിത്യന് ഇറക്കാൻ ചാൻസ് ഉണ്ട് മഹേഷിനെതിരായിട്ട്, മഹേഷിൻ്റെ മകൻ എന്ന് പറയുമ്പോൾ സ്വപ്നയിലേക്ക് ഞെട്ടുവാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം മഹേഷിൻ്റെ മകനാണ് ആദിത്യൻ എന്നുള്ള കാര്യം. അതിനുശേഷമാണ് നമ്മുടെ ഇഷിതടുത്ത് മഹേഷ് പറയുന്നുണ്ട്, നമുക്കൊന്ന് പ്രണയിച്ചാലോ ഇഷിത ചോദിക്കുന്നുണ്ട്. അപ്പോൾ പ്രണയിക്കാൻ തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ അവർ ഫ്ലാറ്റിന് മുമ്പിൽ നിന്നായിട്ട് സംസാരിക്കണം. അപ്പോൾ ഒരു മഴ പെയ്യാണ്, രണ്ടുപേരും മഴയത്ത് നനയാണ്. മഹേഷ് ഇഷിതനെ ചേർത്ത് പിടിക്കണം മഴയത്ത്. ആ ഒരു ഭാഗത്തോട് കൂടിയിട്ടാട്ടോ പ്രൊമോ തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ.